ഹായ് ഫ്രണ്ട്സ്, ഇത് കുറച്ച് പച്ചക്കറി വിത്ത് കുഴിച്ചിടാൻ പോവുകയാണ് കേട്ടോ. അപ്പം വീടിനോട് ചേർന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ വെള്ളത്തിന് വളരെ ക്ഷാമമായതുകൊണ്ട് വിത്തൊന്നും കുഴിച്ചിട്ടിട്ടില്ല. അപ്പം കുറച്ച് വിത്തുകൾ കേടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. ഇപ്പം മഴ പെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പം കൂട്ടിനായിട്ട് നമ്മുടെ സീറ്റിക്കുട്ടിയുണ്ട്. ഇവിടെ നിറയെ കവുങ്ങുന്തോട്ടും തെങ്ങുന്തോട്ടും അതേപോലെ വാഴയൊക്കെ ആയിട്ട്. അപ്പം വളരെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് പച്ചക്കറി നടാനായിട്ടുള്ളൂ. അവിടെ തന്നെ ചിലർ സ്നേഹത്തിൻ്റെ പേരിൽ ഇഞ്ചിയും മഞ്ഞളൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഒരു വാക്ക് പോലും നമ്മളോട് ചോദിക്കാതെ കേട്ടോ അവർ ഈ പണി ചെയ്തത്. അവർ നട്ടതിന് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ട് അത് പറിച്ചു മാറ്റാനുള്ള നിർവാഹവും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാങ്ങിയ ഭൂമിയിൽ നമുക്ക് ഇഷ്ടത്തിനൊന്നും നടാനൊക്കെ ആവുന്നുമില്ല. അവരുടെ വിത്ത് ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അത് നശിപ്പിക്കാതെ ഇനി അതിനിടയിൽ കഴിയുന്ന വിത്തുകൾ പായി കൊടുക്കാൻ മാത്രമേ ഇനി നമുക്കാവൂ. അത് മാത്രമല്ല, സ്ഥലം നീളെ വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ടുണ്ട്. മടലും മറ്റും കൊണ്ട് തള്ളിയിട്ടുമുണ്ട്. ഇത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് കേട്ടോ. അത്രയ്ക്ക് കഷ്ടപ്പെട്ട അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ സ്ഥലം വാങ്ങാനുള്ള കഷ്ടപ്പാട്. നമ്മുടെ നശിച്ചു പോകുന്ന വിത്ത് നമുക്ക് നശിപ്പിച്ച് കളയാനും തോന്നുന്നില്ല. കഴിയുന്ന വിത്ത് കുറേശ്ശെ പാകി വെള്ളത്തിൽ നനച്ച് കൃഷി ചെയ്യാനാണ് പരിപാടി. നമ്മുടെ കൃഷിയോടുള്ള ബഹുമാനവും ഒരു മനുഷ്യത്വവും വെച്ച് അവരുടെ കൃഷി നശിപ്പിക്കുന്നില്ല. അവരുടെ കൃഷിയുടെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം തൽക്കാലം നിയമത്തിൻ്റെ വഴിയിലൊന്നും പോയിട്ടില്ല. അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നടുമ്പോൾ ചോദിച്ചേ നടാവുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലത്തേക്കൊന്ന് ക്ഷമിച്ചു കൊടുത്തു. എടുത്ത വിത്തൊന്നും മുഴുവൻ നടാനായിട്ടില്ല. സ്ഥലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എടുത്ത വിത്തിൽ ബാക്കി വന്നിട്ടുണ്ട്. അതിന് നശിച്ചു പോകാൻ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തുന്ന മനുഷ്യർക്കിടയിൽ നമുക്കും ജീവിക്കണം, നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറണം. അതുകൊണ്ട് നശിച്ചു പോകുന്ന കുറച്ച് വിത്തുകൾ മാത്രം എടുത്ത് ബാക്കി വന്നവ തിരിച്ചെടുക്കുകയാണ്. വിത്ത് വിതച്ച സ്ഥിതിക്ക് ഉള്ള വെള്ളത്തിൽ കുറച്ച് നനയും കഴിച്ചു. ഇന്ന് ഇത്ര സമയമായിട്ട് മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നനച്ചു. ഇവിടെ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമം കേട്ടോ. പക്ഷേ പച്ചക്കറി വിത്ത് നട്ട സ്ഥിതിക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാതെ പറ്റില്ലല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സീറ്റിക്കുട്ടിയെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് കേട്ടോ.